അതായത് ഇത്രയും നടന്ന 1.5 വർഷം നടന്ന പ്രോസസ്സ് അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് വേണ്ട ഡോക്യുമെന്റ് സംഘടിപ്പിക്കാൻ ഒരു ഡോക്യുമെന്റ് സംഘടിപ്പിക്കാൻ ഈ തപാലിൽ ഒപ്പിട്ട ഫയൽ തന്നെ അയക്കാൻ തന്നെ 1 മാസം പിടിച്ചിട്ടുണ്ട്. അല്ല, ഇപ്പോഴും ഇതേ സിസ്റ്റം തന്നെയാണോ? ഈ തപാലിൽ അയക്കുക, ഈ പറഞ്ഞ പോലെ ഇത്രയും ഡിലേ വരിക, ഇതൊക്കെ തന്നെയാണോ? കോടിക്കണക്കിന് രൂപ ശമ്പളം കൊടുത്തുകൊണ്ട് ഇവർക്ക് ഒരു പണിയില്ല. മന്ത്രി എവിടെ, അവിടുത്തെ സെക്രട്ടറിമാരെവിടെ? ഇവരൊക്കെ ഇത്തരം ഒരു വലിയ പ്രോജക്റ്റിൻ്റെ അതിൻ്റെ പ്രവർത്തനം എവിടം വരെയായി? അതിന് ഡെഡ് ലൈൻസ് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ലേ? നമ്മുടെ ഒരു 50% ഉദ്യോഗസ്ഥന്മാരുണ്ട് കേരളം ഭരിക്കാൻ പറ്റുമോ? പറ്റും. അതിന് തടസ്സം ജീവനക്കാരുടെ സംഘടനകൾ തന്നെയാണ്. ഇല്ല, ഞാൻ ആ ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. അടുത്ത വിഷയത്തിലേക്ക് പോകാം നമുക്ക്. എനിക്ക് കാര്യം മനസ്സിലായി, കാണുന്നവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. ലോക്കൽ അനസ്തീഷ്യ എന്ന് പറയാൻ അത് കൊടുക്കാതെ പച്ചക്ക് ആണ് ചെയ്തത്. ഇയാൾ അട്ടഹസിച്ച് ചെയ്തിരുന്നു. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഓപ്പറേഷൻ നടത്തി. അന്നും എന്ത് ചെയ്തില്ല, അനസ്തീഷ്യ കൊടുക്കേണ്ടതില്ല. വളരെ ക്രൂരമാണ്. ഭയങ്കര ക്രൂരത എന്ന് പറഞ്ഞാൽ ഇയാളുടെ അട്ടഹാസം പുറത്ത് പോലും കേട്ടിരുന്നു എന്നാണ് പറഞ്ഞത്. വിജിലൻസും എന്ത് ചെയ്യുന്നു, വിജിലൻസുകാരും ഇതിൽ നല്ല അഴിമതിക്കാരാണ്. നല്ല ഇച്ഛാശക്തിയുള്ള ഒരു അഴിമതിരഹിതനായ ഒരു ഭരണാധികാരി വന്നാൽ ഈ കേരളത്തിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിലെ ഈ പ്രശ്നങ്ങൾ, ഈ അഴിമതികളൊക്കെ പരിഹരിക്കാൻ കഴിയും എന്ന് ചിന്തിക്കാറുണ്ട് ആളുകൾ. അത് സാധ്യമാണോ ശരിക്കും? കേരളത്തിലെ സാധാരണക്കാർ എപ്പോഴും വലിയ അതൃപ്തിയോടെ കാണുന്ന ഒരു വിഭാഗം ആളുകളാണ് കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ. പലപ്പോഴും അവരുടെ ആവശ്യങ്ങളുമായി ചെല്ലുന്ന ഏറ്റവും താഴെത്തട്ടിലുള്ള സർക്കാർ ഓഫീസ് മുതൽ അങ്ങ് ചീഫ് സെക്രട്ടറി വരെയുള്ള ഉദ്യോഗസ്ഥരുടെ തലങ്ങളിൽ വലിയ തോതിൽ കാര്യക്ഷമതയില്ലായ്മയും അഴിമതിയും ഒക്കെ ഉണ്ടെന്ന് പൊതുജനം വിശ്വസിക്കുന്നു. എന്നാൽ ഏറ്റവും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന നിരവധി ഉദ്യോഗസ്ഥരും നമ്മുടെ കേരള സർക്കാർ സർവീസിലുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി ദീർഘകാലം പ്രവർത്തിക്കുകയും 20-ലേറെ വിവിധ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുകയും സർക്കാർ സർവീസിൽ നിന്ന് അഡീഷണൽ സെക്രട്ടറിയായി വിരമിക്കുകയും ചെയ്ത ശ്രീ അബ്ദുൾ ലത്തീഫ് സർക്കാർ സർവീസിലെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളെല്ലാം ചേർത്ത് അദ്ദേഹം ഒരു സർവീസ് സ്റ്റോറി, ഒരു ആത്മകഥാരൂപത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഈ പുസ്തകം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുള്ള വിഷയമായിരിക്കും എന്നെനിക്ക് തോന്നി. നമ്മോടൊപ്പം ശ്രീ അബ്ദുൾ ലത്തീഫ് മാറഞ്ചേരിയുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഏതാണ്ട് 20-ലേറെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്തിട്ടുണ്ട് അല്ലേ? ഏത് സർവീസിൽ നിന്നാണ് ആരംഭിക്കുന്നത്? സെക്രട്ടേറിയറ്റിൽ ആണ് നമ്മൾ ആദ്യമായിട്ട് കയറുന്നത്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായിട്ട്. അവിടുന്ന് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് പോയി. അങ്ങനെ ഒരു 20-ൽ പരം വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഒന്നിനൊന്ന് വ്യത്യസ്തം. അതിൽ അഴിമതിയുടെ കേന്ദ്രങ്ങളുണ്ട്, കെടുകാര്യസ്ഥതയുടെ കേന്ദ്രങ്ങളുണ്ട്. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു, IMGയിലെ അസോസിയേറ്റ് ഫെലോ ഉണ്ടായിരുന്നു, വിവിധ തരത്തിലുള്ള ഓഡിറ്റ് വിങ്ങിൽ ഓഡിറ്റ് ഓഫീസറായിട്ടുണ്ടായിരുന്നു. എത്ര വർഷത്തെ സർവീസ് ഉണ്ടായിരുന്നു? എനിക്ക് 30 വർഷത്തെ സർവീസ്. 30 വർഷത്തെ സർവീസ്. ഏത് പ്രായത്തിലാണ് സർവീസിൽ കയറുന്നത്? സെക്രട്ടേറിയറ്റിൽ കയറുന്നത് 29-ാമത്തെ വയസ്സിലാണ്. അതിനു മുമ്പേ നമ്മൾ അധ്യാപകനായിരുന്നു. 5 വർഷം അധ്യാപകനായിരുന്നു. ഈ ഒരു അധ്യാപകനായിരുന്ന ആള്, അധ്യാപകർക്കുള്ള ഒരു വീക്ഷണം, മൂല്യബോധം ഒക്കെ വെച്ച് ഒരു സർക്കാർ ഓഫീസിലേക്ക് ചെന്നപ്പോൾ ആദ്യത്തെ ഷോക്കിംഗ് ആയ അനുഭവം എന്തായിരുന്നു? എന്നെ അത്ഭുതപ്പെടുത്തിയത് അവിടെ കൂമ്പാരമായി കിടക്കുന്ന ഫയലുകളുടെ ഇടയിലേക്ക് എനിക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലായിരുന്നു അവിടുത്തെ ഒരു അവസ്ഥ. ഈ ഫയലുകളിൽ ബഹുഭൂരിപക്ഷത്തിൽ എന്തായിരുന്നു അതിൻ്റെ ഉള്ളടക്കം? ഞാൻ ജനറൽ എഡ്യൂക്കേഷൻ C എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അപ്പോൾ അവിടെ സംബന്ധിച്ചിടത്തോളം മൊത്തം സംസ്ഥാനത്തെ മുഴുവൻ നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെയും അതുപോലെ AEO, DEO, DD, HM എന്നിവരുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഫയലുകളായിരുന്നു. അപ്പോൾ അവരുടെ വിവിധ ആവശ്യങ്ങൾ, അവർ മരണപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആശ്രിതർക്ക് കൊടുക്കേണ്ട ജോലിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതൊക്കെ എന്താ പറയുക, വളരെ ജീവനുള്ള ഉള്ള ഫയലുകളാണ്. അതായത് അടിയന്തരമായി തീരുമാനം എടുക്കേണ്ട ഫയലുകളാണ്. ഇതൊക്കെ ഏകദേശം എത്ര കാലമായിട്ട് കിടക്കുന്നതാണ് അവിടെ? അത് ചിലത് 2 മുതൽ 5, 10 വർഷം വരെയുള്ള ഫയലുകൾ ഈ അലമാരകളിൽ സുഷിപ്തിയിലാണ് ഉണ്ടാകുക. ഇത്രയും വർഷം അത് കിടക്കേണ്ട കാരണം വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഒരു ഫയലിൽ തീരുമാനം എടുക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറേ റിപ്പോർട്ടുകൾ നമ്മുടെ താഴെ തട്ടിൽ നിന്ന് വരേണ്ടതുണ്ട്. അത് സമയത്തിന് കിട്ടാതാകുക. അതിലെന്ത് വെച്ചാൽ അതിലൊരുപാട് വിവരങ്ങൾ ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും
വീണ്ടും കുറയും, താഴേക്ക് പോകും. ഈ താഴേക്ക് പോകുമ്പോൾ ഈ തട്ടുകളിലൂടെയൊക്കെ തന്നെയാണ് ഏറ്റവും താഴോട്ട് പോവുക. ആ തട്ടിലൂടെ ആയിരിക്കും ആ ഒരു എന്താ പറയുക മറുപടിയും വരിക. ഇത് സമയത്തിന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഒരു സ്ഥലം മാറ്റത്തിന് അല്ലെങ്കിൽ ആ ആശ്രിത നിയമനത്തിന് ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ ഇന്ന ഡോക്യുമെൻറ്റ്സ് കൂടെ ഉണ്ടാവണമെന്നും അത് നമ്മുടെ ഓൺലൈൻ സംവിധാനത്തിലൂടെ അപേക്ഷിച്ച് അതെല്ലാം ഉണ്ട് എന്ന് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഓഫീസിൽ സെക്രട്ടറി തന്നെ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് ഓൺലൈനിൽ സമർപ്പിക്കുമ്പോൾ അറിയാമല്ലോ ഏതൊക്കെ ഇല്ല എന്നുള്ളത്. അപ്പോൾ തന്നെ ആ ഇല്ലാത്ത സാധനങ്ങൾ ഉടനെ തന്നെ, ഉദാഹരണത്തിന് നമ്മളൊരു വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ അറിയാമല്ലോ, നമ്മൾ എല്ലാ കോളങ്ങളും ഫില്ല് ചെയ്ത് അറ്റാച്ച് ചെയ്യേണ്ട എല്ലാ സാധനങ്ങളും ചെയ്തില്ലെങ്കിൽ സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഞെക്കിയാൽ നമുക്ക് പോവില്ല അല്ലേ. നമ്മളൊരു ആമസോണിൽ ഒരു സാധനം വാങ്ങുമ്പോൾ പോലും നമുക്കറിയാം അതിൽ കൊടുക്കേണ്ട ഇൻഫർമേഷൻസ്, പേയ്മെൻറ്റ് മെത്തേഡ്, ഡെലിവറി ചെയ്യേണ്ട അഡ്രസ്സ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു സാധനം മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പേയ്മെൻറ്റ് നടത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഓർഡർ അങ്ങ് പ്ലേസ്ഡ് ആവില്ല. അപ്പോൾ പ്ലേസ് ഓർഡർ എന്ന് ഞെക്കണമെങ്കിൽ ഇത് വരണം എന്നതുപോലൊരു സംവിധാനം ഉണ്ടാക്കി ഇത് സിമ്പിളായിട്ട് പരിഹരിക്കാവുന്ന കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാവുന്ന ഒരു വിഷയമാണ്. പക്ഷേ നമ്മൾ ഒരു സാമ്പ്രദായിക രീതിയിലാണ് ഇപ്പോഴും പോകുന്നത്. ഈ സാമ്പ്രദായിക രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെത്തട്ടിലേക്ക് പോകുന്നു, അവർ അതിന് മറുപടി തരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണം ആശ്രിത നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരാൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 2 തലത്തിലുള്ള അപേക്ഷ ഉണ്ട്. ഒന്ന് അയാളുടെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ നിന്ന് വരും, പിന്നെ റവന്യൂ എന്നുള്ള നിലയിൽ കളക്ടറുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ റിപ്പോർട്ട് വരും. ഈ 2 റിപ്പോർട്ടും ഒരേ സമയത്തല്ല കിട്ടുന്നത്. ഏതെങ്കിലും ഒന്ന് കിട്ടി കഴിഞ്ഞാൽ മറ്റേ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് എഴുതും. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിന് ഈ പറഞ്ഞ പോലെ അതിനൊരു ക്രൈറ്റീരിയ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതിൻ്റെ രേഖകൾക്കുണ്ടാവും. അതനുസരിച്ചാണ് അവർ താഴെത്തട്ട് വില്ലേജ് ഓഫീസിൽ മുതൽ താലൂക്ക് ഓഫീസ് അങ്ങനെ കയറി ഇറങ്ങി ഒരുപാട്. അല്ല, നമ്മൾ പറഞ്ഞു വന്നത് അത് തന്നെയാണ്. ഈ ആവശ്യമില്ലാത്തടത്തെല്ലാം ഈ ഫയലിങ്ങനെ ഫിസിക്കലിയും കയറി ഇറങ്ങി പോകുന്നതിന് പകരം ഇത് ഡിജിറ്റൽ ആക്കുകയും ഓൺലൈൻ ആക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇത് സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് ഇതിനകത്ത് ചെയ്യാനും ഏതൊക്കെയാണ് ഇല്ലാത്തതെന്ന് അപ്പോൾ തന്നെ സിസ്റ്റം അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ നമ്മളെ റിമൈൻഡ് ചെയ്യുക, അതില്ലാതെ മുമ്പോട്ട് പോവില്ല. അപ്പോൾ ഇത് 1, 2 അല്ലെങ്കിൽ പരമാവധി 2 ആഴ്ച കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രോസസ്സ് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ അങ്ങനെ ആ മോഡേണൈസ് ചെയ്യുന്നതിന് ശരിക്കും ആരാണ് തടസ്സം? അതിൽ മോഡേണൈസേഷൻ വരുന്നുണ്ട് ഈ വിഷയത്തിൽ. ഇപ്പോൾ കുറേയൊക്കെ ആ അർത്ഥത്തിൽ നമ്മൾ ഓൺലൈൻ ആകുന്നുണ്ടെങ്കിൽ പോലും, ഇതിലും ഓൺലൈൻ ആകുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും എന്താണെന്ന് വെച്ചാൽ ആ പഴയ മെത്തേഡിലനുസരിച്ച് ഏതെങ്കിലും ഒന്ന് കുറവുണ്ടെങ്കിൽ ഉടനെ അങ്ങോട്ട് ഡിജിറ്റലായിട്ടല്ല അയക്കുന്നത്, വീണ്ടും ഫിസിക്കലായിട്ടാണ് അയക്കുന്നത്. ഇപ്പോഴുള്ള സംവിധാനത്തിൽ ഡിജിറ്റലാകാം ഒരു പക്ഷേ, ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ എന്താ പറയുക ഈ പ്രോസസ്സിങ്ങിന് ഇപ്പോൾ ചില ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഡിജിറ്റലാണ്, പക്ഷേ എന്നാൽ പോലും ഈ പ്രോസസ്സിങ്ങിന് വളരെയധികം സമയം പിടിക്കുന്നു. മഹേഷ് എന്നുള്ള ഒരാളുടെ അപേക്ഷ നമ്മുടെ അവിടെ ഇങ്ങനെ കെട്ടിക്കെടുത്ത്, അധ്യാപകനല്ല, അദ്ദേഹം AE ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ മകനാണ്. ആ AE ഓഫീസിലെ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യുന്നു, ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെടുന്നു. സ്വാഭാവികമായിട്ടും അയാൾ ആദ്യം പടി എന്നുള്ള നിലയിൽ അയാൾക്ക് എന്ത് ചെയ്യണം, അയാൾ ഇതിൻ്റെ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടണം. അതിനാണ് ആദ്യം കൊടുക്കുക. അത് ആദ്യം വില്ലേജിൽ പോകുന്നു. വില്ലേജിൻ്റെ തിരക്ക് കാരണം ഒരുപാട് സമയമായിട്ടിട്ട് അത് വിഷയങ്ങൾ കൊടുക്കുന്നു. താലൂക്ക് ഓഫീസിൽ കുറേ കാലം എടുക്കുന്നു. ഇതിന് ഒരുപാട് സമയം, 1 വർഷം 1.5 വർഷം വരെ ഈ മഹേഷിന് അത് എടുത്തിട്ടുണ്ട്. കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന നേരത്തെ അദ്ദേഹത്തിൻ്റെ ഫാദർ വർക്ക് ചെയ്തിരുന്ന AE ഓഫീസിൽ കൊണ്ടുപോയിട്ട് സമർപ്പിക്കാൻ. ഈ AE ഓഫീസിൽ സമർപ്പിക്കുമ്പോൾ ഇയാളുടെ എല്ലാ എന്താ പറയുക സർവീസ് രേഖകളും ഒക്കെ സംഘടിപ്പിച്ചിട്ട് അവർ അത്, അതായത് ഇത്രയും നടന്ന 1.5 വർഷം നടന്ന പ്രോസസ്സ് അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് വേണ്ട ഡോക്യുമെന്റ് സംഘടിപ്പിക്കാൻ, ഒരു ഡോക്യുമെന്റ് സംഘടിപ്പിക്കാൻ, ആ ഒരു ഡോക്യുമെന്റ് കൊടുക്കാൻ തന്നെ ഒരുപാട് രേഖകൾ, ഒരുപാട് ആളുകളുടെ ഇൻ്റർവ്യൂകളൊക്കെ ഇതിന് വേണ്ടി വരും. കാരണം അയൽവാസികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇതുണ്ടാവും, പിന്നെ നാട്ടിൽ അന്വേഷിക്കണം, അങ്ങനെ അന്വേഷിച്ച് ഒരുപാട് അന്വേഷണങ്ങൾക്ക് ശേഷമാണ് ഇത് കൊടുക്കുന്നത്. ഇത് കൊടുത്തതിന് ശേഷം ഇത് ഇവർ വിശദമായി അന്വേഷിക്കുന്നു. ഓരോ അടുത്ത മാസം ഇങ്ങനെ അയാളുടെ കുറേ പ്രാവശ്യം നടത്തിക്കുന്നു. അങ്ങനെ എന്ന് വെച്ചിട്ട് അവസാന ഘട്ടത്തിൽ അത് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് AE ഓഫീസിൽ നിന്ന് DD ഓഫീസിലേക്ക് പോകുന്നു. ജില്ലാ ഓഫീസിൽ വീണ്ടും അത് എന്ത് ചെയ്യുന്നു, കിളക്കുന്നു. വീണ്ടും അത് താഴെത്തട്ടി എന്തൊക്കെയാണ് വിഷയങ്ങൾ, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് വീണ്ടും പരിശോധിക്കുന്നു. അവർ DPI ഓഫീസിലേക്ക് അയക്കുന്നു. ഈ DPI ഓഫീസിലേക്ക് അയക്കണ ഈ പ്രക്രിയയിൽ ഈ തപാലിൽ കുറേ കാലം എടുക്കും. ഈ തപാലിൽ ഒപ്പിട്ട ഫയൽ തന്നെ അയക്കാൻ തന്നെ 1 മാസം പിടിച്ചിട്ടുണ്ട് ഈ ഓർഡറായ സാധനം. അങ്ങനെ വീണ്ടും DPI ഓഫീസിലേക്ക് വരുന്നു. ഇപ്പോഴും ഇതേ സിസ്റ്റം തന്നെയാണ്, ഈ തപാലിൽ അയക്കുക, ഈ പറഞ്ഞ പോലെ ഇത്രയും ഡിലേ വരിക, ഇതൊക്കെ തന്നെയാണോ ഇപ്പോഴും? ഞാൻ മുമ്പേ ആദ്യം നമ്മൾ സംസാരിച്ച വിഷയം അത് തന്നെയാണ്. എന്തുകൊണ്ട് ഇതിനെയൊക്കെ ഓൺലൈനിലും ഡിജിറ്റലും ആക്കിക്കൂടാ ഇപ്പോഴും?
അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പക്ഷേ ചോദിക്കുന്നത് പൂർണ്ണമായിട്ട് ആയിട്ടില്ല. ലോകത്തെല്ലാ മേഖലയിലും ഓൺലൈനും ഡിജിറ്റലും ആയിക്കഴിഞ്ഞു, ലോകത്തെ എല്ലാ സർവീസുകളും അല്ലേ. ആയിക്കഴിഞ്ഞു. അല്ലാതെ പോസ്റ്റിൽ അയച്ച് അതിന് മറുപടി വന്ന് അടുത്ത പോസ്റ്റ് അയച്ച് 1 മാസം പോസ്റ്റ് അയക്കാൻ വേണ്ടി സ്റ്റാമ്പ് ഒട്ടിക്കാൻ വേണ്ടി കാത്തു കിടന്ന് ഇങ്ങനെ ലോകത്ത് ഒരു സംവിധാനവും സ്വകാര്യ മേഖലയാവട്ടെ മറ്റു രാജ്യങ്ങളിലെ സർക്കാർ മേഖലയാവട്ടെ ഒന്നും നടക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഈ നമുക്ക് അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരണം എന്ന് ഒരാവശ്യം? ഉദ്യോഗസ്ഥ സർവീസ് സംഘടനകളുണ്ട് നിരവധി. ശരിക്കും ഈ ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം കുറയുകയും കാര്യക്ഷമത ഉണ്ടാകുകയും അവരുടെ തന്നെ പ്രൊമോഷൻ ഉൾപ്പെടെ സ്ഥലമാറ്റം ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും വളരെ പെട്ടെന്ന് തീരുമാനം ഉണ്ടാകുകയും ചെയ്യുന്നതല്ലേ. അങ്ങനെയുണ്ടെങ്കിൽ ഈ സർവീസ് സംഘടനകൾ ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ച് അത് സ്പീഡപ്പ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയല്ലേ വേണ്ടത്? യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ രീതിയിലാണ് സർവീസ് സെറ്റപ്പ് വരുന്നതെങ്കിൽ ഒരുപാട് ഉദ്യോഗസ്ഥരെ ആവശ്യം വരില്ല. അവിടെയാണ് യഥാർത്ഥ പ്രശ്നം. ഇപ്പോൾ നമ്മൾ പ്യൂൺ എന്നുള്ള തസ്തിക ഇപ്പോൾ അങ്ങനെ കുറച്ച് വരും. എന്നാലും ആ പ്യൂൺ എന്ന തസ്തികൾക്ക് ഇപ്പോഴും നിയമനം നടക്കുന്നുണ്ട്. അല്ല, പ്യൂൺ അല്ല, പിന്നെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഇപ്പോൾ പറഞ്ഞത്. അതെന്ന് പറഞ്ഞാൽ ഈ ഫയൽ അങ്ങോട്ടിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ പിന്നെ ഇതായി പിന്നെ ഫയലുകൾ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ആ ജീവനക്കാർ ആവശ്യമില്ല, ടൈപ്പിസ്റ്റിൻ്റെ ആവശ്യമില്ല, ടൈപ്പിസ്റ്റ് കം ക്ലർക്ക്, ഡിസ്പാച്ചർ ആവശ്യമില്ല, സ്റ്റാമ്പ് ഒട്ടിക്കുന്നയാളെ ആവശ്യം വരില്ല. അപ്പോൾ ഈ ഒരുപാട് ജീവനക്കാർ മൊത്തത്തിൽ കുറയാണ്. സ്വാഭാവികമായിട്ടും സർവീസ് സംഘടനകൾ അതിനെതിരാണ്. ഞാൻ ചോദിക്കുന്നത്, ഒരു വിഭാഗത്തിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത്തരത്തിൽ ഈ ഓൺലൈൻ ഡിജിറ്റലൈസേഷൻ വരുമ്പം ഒഴിവാകുന്ന ആളുകളെ മറ്റ് പുതിയ എത്രയെല്ലാം തൊഴിൽ മേഖലകൾ ഉണ്ടായി വരുന്നുണ്ട്. അവിടേക്ക് സർക്കാർ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറയ്ക്കേണ്ട കാര്യമില്ലല്ലോ. പുതിയ എത്രയോ മേഖലകൾ ഉണ്ടായി വരുന്നുണ്ട്. ഇവിടേക്കൊക്കെ പുനർവിന്യസിക്കാവുന്നതല്ലേ ഉള്ളൂ. അതിൽ ഈ പുനർവിന്യസിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് മൊത്തത്തിൽ താല്പര്യമില്ല. ഇപ്പോൾ ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒന്നാം ജലസേചന വകുപ്പിൽ ഒരുപാട് എഞ്ചിനീയർമാരുണ്ട്. ഇപ്പോൾ അതിൻ്റെ കണക്കനുസരിച്ച് ഞാൻ അതിൽ കണക്ക് കൊടുത്തിട്ടുണ്ട്. 3000 ചില്ലാൻ എഞ്ചിനീയർമാരുണ്ട്. ഈ എഞ്ചിനീയർമാർ ഇപ്പോൾ നമുക്ക് ഒരു ജലസേചന പ്രൊജക്റ്റ് പുതുതായിട്ട് ഒന്നും ഉണ്ടാക്കണില്ല. നിലവിലുള്ളത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. അവിടെ ഒരുപാട് എക്സസ്സായിട്ട് ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് നമ്മളുടെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ കുറ്റ്യാടി പ്രൊജക്റ്റ് അല്ലെങ്കിൽ ചമ്രവട്ടം പ്രൊജക്റ്റ് അതുപോലുള്ള പ്രൊജക്റ്റിലേക്ക് ഒരുപാട് ഉദ്യോഗസ്ഥരാണ് ചെയ്യും. ആ പ്രൊജക്റ്റ് കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവരവിടെ വേണ്ടതില്ല. അവരെ എന്ത് വെച്ചാൽ പുനർവന്യസിക്കണം, വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോകണം. പക്ഷേ അവിടെ നിർത്തുകയാണ്. കോടിക്കണക്കിന് രൂപ ശമ്പളം കൊടുത്തുകൊണ്ട് ഇവർക്ക് ഒരു പണിയില്ല, വെറുതെ ഇരിക്കുക. അതൊരിക്കൽ പിന്നെ പത്രം ഇതുപോലെ വിശദമായ ഒരു സർവേ നടത്തിയിട്ട് ഇത്തരത്തിലുള്ള എഞ്ചിനീയർമാർ വെറുതെ ഷീട്ടും കളിച്ച്, ഞങ്ങളിപ്പോൾ ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. ഞാനിതിൽ അത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചമ്രവട്ടം പ്രൊജക്റ്റ് 1982 അന്നത്തെ പിന്നെ കരുണാകരൻ സർക്കാർ MP ഗംഗാധരൻ ജലവിഭവ വകുപ്പ് മന്ത്രിയായപ്പോഴാണ് ആസൂത്രണം ചെയ്തത് 82. അന്ന് പിന്നെ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പിന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റൻ്റ് എഞ്ചിനീയർ, അങ്ങനെ അടക്കമുള്ള ഒരു 100 ചില്ലാൻ പിന്നെ ഉദ്യോഗസ്ഥന്മാരെ വിന്യസിച്ചിരുന്നു. അവർ എല്ലാ വർഷവും ഇങ്ങനെ പിന്നെ അവിടെ കൂടും, എന്നിട്ട് പ്ലാൻ ഉണ്ടാക്കും, അത് കീറിക്കളയും. അങ്ങനെ അത് കൊണ്ടുപോയി 30 വർഷവും ഇവരൊന്നും ചെയ്തില്ല. അവിടെ ഒരു പ്രൊജക്റ്റും ഉണ്ടാക്കിയില്ല, ഒന്നും ഉണ്ടാക്കിയില്ല. അത് മാത്രമല്ല കുറേ ക്വാർട്ടേഴ്സ് ഉണ്ടാക്കി അതിലിവരിങ്ങനെ വരും. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ സൂപ്പർവൈസ് ചെയ്യാറുള്ളൊരു സംവിധാനമില്ലേ? സൂപ്പർവൈസ് ചെയ്യും. മന്ത്രി എവിടെ, അവിടുത്തെ സെക്രട്ടറിമാരെവിടെ? ഇവരൊക്കെ ഇത്തരം ഒരു വലിയ പ്രോജക്റ്റിൻ്റെ അതിൻ്റെ പ്രോസസ്സ് എന്തായി, അതിൻ്റെ പ്രവർത്തനം എവിടം വരെയായി, അതിന് ഡെഡ് ലൈൻസ് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ലേ? അത് പിന്നെ കൊടുക്കാറുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ രേഖാമൂലം. പക്ഷേ അതൊന്നും പ്രാവർത്തികമാകുന്നില്ല. ഇതിപ്പോൾ തന്നെ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ചമ്രവട്ടം പ്രൊജക്റ്റ് ഇങ്ങനെ 10-30 കൊല്ലം ഇവർ ശമ്പളം പിന്നെ ഇരുന്ന് ഷീട്ട് കളിച്ചും കള്ളു കുടിച്ചും ഒക്കെ ഉള്ള ഇത് അവർ ഒരു മാസത്തിലൊരിക്കലൊക്കെയാണ് ഈ ഓഫീസിൽ അവർക്ക് വരേണ്ടതില്ല, അവർക്കൊരു പണി ഇല്ല, പിന്നെ എന്തിനാണ് അവർ വരേണ്ടത്? അങ്ങനെ അവർ പ്രൈവറ്റ് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇവരൊക്കെ പുനർവിന്യസിക്കുക എന്ന ഒരു പ്രക്രിയയാണ്. അതിനു വേണ്ടിയിട്ട് പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ എഞ്ചിനീയർമാർ ആവശ്യമുള്ള ഒരു ഘടകമാണ്. ഇപ്പോൾ എല്ലാ വർക്കുകളും താഴെ തട്ടിലേക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു പഞ്ചായത്തിൽ ഒരു എഞ്ചിനീയർ, ഒരു പിന്നെ ഓവർസിയർ, അതുപോലെ കുറച്ച് സ്റ്റാഫുള്ളൂ. അവിടെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഒക്കെ വർക്കുകൾ അവർ തന്നെയാണ് ഏറ്റെടുത്ത് നടത്തേണ്ടത്. എന്നിട്ട് ആ എഞ്ചിനീയർമാർക്ക് പിടിപ്പത് പണിയാണ്. ഇത് പിന്നെ ഇതിലേക്ക് പുനർവിന്യസിക്കാനുള്ള ഒരു തീരുമാനം പിന്നെ സർക്കാർ എടുത്തെങ്കിലും ഒരാളും അങ്ങോട്ട് പോകാനോ
അല്ലെങ്കിൽ അവരെ തൊട്ടടുത്ത വീടിൻ്റെ അടുത്താണെങ്കിൽ പോകാൻ തയ്യാറാണ്. അല്ലാത്ത ഒരാൾ, കാരണം ഈ സുഖം അവിടെ പോയാലുണ്ടാവില്ല, 30 വർഷത്തോളം സർവീസിലിരുന്നതിൽ നിന്ന് ഇതിലൊരു മാറ്റം എന്നത്തേക്ക് ഉണ്ടാകുന്നതാണ് അങ്ങയുടെ ഒരു പ്രതീക്ഷ? ഇപ്പോൾ ഇതിൽ ഈ സെക്രട്ടേറിയറ്റിൽ ഒരു പ്രധാനപ്പെട്ട വകുപ്പാണ് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ്, PNRD എന്നാണ് അതിൻ്റെ പറയുക. ആ ഈ ചട്ടപ്പടി പോലെ എല്ലാ സെക്ഷനിൽ നിന്നും എല്ലാ വകുപ്പുകളിൽ നിന്നും എത്ര ജീവനക്കാർ, എത്രയാണ് നിങ്ങൾ പണി, എങ്ങനെയാണ്, എത്ര വോളിയം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ശേഖരിക്കും. ഒരു ചട്ടപ്പടി പോലെ ഇങ്ങനെ ശേഖരിക്കും. ആ ശേഖരിച്ച വിവരങ്ങളൊക്കെ അവിടെ ഉണ്ട്, ഫയലിലിടും. അവിടെ ഉണ്ട്. അതിനൊരു ആക്ഷൻ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെക്ഷനിൽ വെറുതെ ഇരിക്കുന്ന ആൾ, ആ സെക്ഷനിലുള്ള ആളുകൾ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ജനറൽ എഡ്യൂക്കേഷൻ, പിന്നെ അഗ്രികൾച്ചർ, ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിയിൽ തന്നെ അതിലൊക്കെ ഒരുപാട് വർക്കുകൾ ഇങ്ങനെ കുമിഞ്ഞു കൂടുന്ന സ്ഥലമാണ്. അവിടെ ഉദ്യോഗസ്ഥരുടെ ക്ഷാമം അനുഭവപ്പെടുകയാണ്. അതേസമയത്ത് ഈ ഉദ്യോഗസ്ഥ പരിഷ്കരണ വകുപ്പ് പോലെ അതുപോലെ അത് വേറെയും കുറേ വകുപ്പുകൾ ഒരു ഫയൽ പോലും ഒരു ദിവസം പോലും വരാത്തതുണ്ട്. ഇപ്പം ഞാനൊക്കെ സെക്രട്ടേറിയറ്റിൽ എഡ്യൂക്കേഷനിൽ ഇരിക്കുമ്പോൾ 35 മുതൽ 70 വരെ തപാലുകൾ വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു സെക്ഷനായിരുന്നു എൻ്റെ ഇതിൽ. അത്രയും ഫയലുകൾ പുതിയ ഇതുപോലും ഇതിൽ ഒന്നുപോലും വരാത്ത ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, ഒരുപാട്. അതായത് ചില ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് എടുത്താൽ പൊങ്ങാത്ത ജോലി ഭാരം, മറ്റ് ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അല്ലെ മറ്റ് ചില ഉദ്യോഗസ്ഥ വിഭാഗം ഒരു പണിയുമില്ലാതെ വെറുതെ ഇരിക്കുന്നു. അപ്പോൾ ഇതിനെ ഒന്ന് പുനഃക്രമീകരിക്കലല്ലേ? അതാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ പുനഃക്രമീകരിക്കലും മോഡേണൈസേഷനും, അതായത് ടെക്നോളജിക്കലി ഇമ്പ്രൂവ് ചെയ്യുക, അതായത് ഡിജിറ്റൈസ് ചെയ്യുക അല്ലെങ്കിൽ ഓൺലൈൻ ആക്കുക, ഇത്തരം കാര്യങ്ങളും പുനഃക്രമീകരണങ്ങളും നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു 50% ഉദ്യോഗസ്ഥന്മാരുണ്ട് കേരളം ഭരിക്കാൻ പറ്റുമോ? പറ്റും. ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ പറ്റും. കാരണം ഇതിൽ ഇപ്പോൾ കർണാടകയിൽ സെക്രട്ടേറിയറ്റ് ജീവനക്കാർ അവിടെ നമ്മളെക്കാളും കൂടുതൽ ജനസംഖ്യ ഉള്ളതാണ്, ഒരുപാട് മേഖല ഉള്ളതാണ്. അവിടെ 3000-ഓളം സെക്രട്ടേറിയറ്റ് ജീവനക്കാരുള്ളത്. ഇവിടെ സെക്രട്ടറി ജീവനക്കാർ കുറക്കണം എന്നല്ല ഞാൻ പറയും, പക്ഷേ ഇവിടെ 5000-ൽ പരണ്ട്. എന്നിട്ടും പറഞ്ഞ ഡിലേ എല്ലാം ഉണ്ടാവും, എല്ലാ കാര്യക്ഷമതയും ഇവിടെ നടക്കുന്നില്ല. അപ്പോൾ പിന്നെ ഈ നല്ല കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരെ പുനർവിന്യസിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. പക്ഷേ അതിന് തടസ്സം ജീവനക്കാരുടെ സംഘടനകൾ തന്നെയാണ്. കാരണം ഈ ഒരു പുനർവിന്യസിച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രൊമോഷനെ അത് തടയും. അതിന് അവരുടെ പ്രൊമോഷനെയോ അവരുടെ പ്രതിഫലത്തെയോ ഒന്നും ബാധിക്കാത്ത രീതിയിൽ സർക്കാരിന് വേണമെങ്കിൽ ചില നിയമനിർമ്മാണങ്ങൾ നടത്തി അത് പരിഷ്കരിക്കാവുന്നതല്ലേ ഉള്ളൂ. അതിന് എന്താണെന്ന് വെച്ചാൽ ഒരു ഇച്ഛാശക്തിയുള്ള ഒരു നല്ല സർക്കാരിന് ഏത് ഇപ്പോൾ അങ്ങനെ ഇച്ഛാശക്തി ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല നമ്മൾ പ്രശ്നം. പക്ഷേ അങ്ങനെ ആർജവം ഉള്ള ഒരു ഗവൺമെൻറ് ഉണ്ടാവണം. അത് നമ്മൾ പിന്നെ ഏത് കക്ഷി എന്നുള്ളതല്ല, അതിന് സ്റ്റേണായിട്ട്. അതായത് ഇപ്പോൾ നമ്മൾ എന്ത് തീരുമാനം എടുത്തു കഴിഞ്ഞാലും യൂണിയനുകൾക്ക് അത് എതിരാണെങ്കിൽ അവർ സമരത്തിന് പുറപ്പെടുമ്പോൾ യൂണിയൻകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഏത് യൂണിയൻ ഭരണപക്ഷമായിട്ട് അവരെ വെറുപ്പിക്കാനോ അവരുടെ അസംതൃപ്തി നേടിക്കാനോ ഇവർ തയ്യാറല്ല. ഒരാളെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സസ്പെൻഷനെതിരെ ശക്തമായ പ്രക്ഷോഭം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ കേരളത്തിൽ ഒരു ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ ജനപ്രതിനിധികളെ നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വിശ്വാസം അവർക്ക് ഭരിക്കാനുള്ള അധികാരങ്ങളും അതിനുള്ള ഇച്ഛാശക്തിയും ഒക്കെ കയ്യിലുണ്ടെന്നാണ്. പക്ഷേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി ദീർഘകാലം പ്രവർത്തിച്ചതിൽ നിന്ന് അങ്ങേക്ക് മനസ്സിലാവുന്നത് അവരൊന്നും അല്ല തീരുമാനിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥർ പറയുന്നിടത്ത് വളഞ്ഞു നിൽക്കാൻ മാത്രമേ ഈ ജനപ്രതിനിധികളായി അവിടെ എത്തുന്ന ഭരണാധികാരികൾക്ക്, മന്ത്രിമാർക്ക് ഒക്കെ കഴിയുന്നുള്ളൂ എന്ന് തന്നെയല്ലേ? ഒരു പരിധി വരെ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെയാണ് എന്ന് പറയുന്നില്ല. നല്ല ഇച്ഛാശക്തി പ്രകടിപ്പിക്കുന്ന ഭരണാധികാരികളുണ്ട്. അത് ഏതൊക്കെ വകുപ്പുകളാണ് കണ്ടിട്ടുള്ളത്? അത് ഭരണ വകുപ്പിലെ അല്ല, ഏത് വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത വകുപ്പ് ഉണ്ടായില്ലേ. ഒരു ഉദാഹരണം പറയാമോ? അതിലിപ്പോൾ ചില KSEB അല്ല. ഇല്ല, ഞാൻ ആ ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. അടുത്ത വിഷയത്തിലേക്ക് പോകാം നമുക്ക്. എനിക്ക് കാര്യം മനസ്സിലായി, കാണുന്നവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇതൊരു ഇൻഎഫിഷ്യൻസി അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഒരു വശം നിൽക്കുമ്പോൾ തന്നെ ഈ പണം ഉണ്ടാക്കാനുള്ള ആർത്തി ഈ കാലഘട്ടത്തിലെ സർവീസിനിടയ്ക്ക് ഒത്തിരി എടുത്ത് കണ്ടിട്ടുണ്ടാവുമല്ലോ. കാരണം ഇത്രയും സർക്കാർ ഉദ്യോഗസ്ഥരെന്ന് പറയുന്ന കേരളത്തിലെ ഭേദപ്പെട്ട
പ്രതിഫലം വാങ്ങുന്ന ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരാണ് സാധാരണഗതിയിൽ, അല്ലേ? നമ്മുടെ ഒരു സാധാരണക്കാരുടെ ഒരു നിലവാരമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബെനഫിറ്റ്സ്, നിരവധിയായ ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ ലോക നിലവാരമുള്ളതാണോ എന്ന് ചിലപ്പോൾ പറയുന്നുണ്ടാവില്ല. പക്ഷേ കേരളത്തിലെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ വർക്കിൻ്റെ വോളിയം ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ താരതമ്യേന ഭേദപ്പെട്ട നിലയിൽ ജീവിക്കുന്ന ആളുകളാണ് കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർ. എന്നിട്ടും ഈ പണത്തോടുള്ള ആർത്തിയും ഈ അഴിമതിക്കുള്ള സാധ്യത തേടിയുള്ള ഒരു പരക്കം പാച്ചിലും ഈ ഇത് കണ്ടു നിന്നിട്ടില്ലേ ഒത്തിരി? ഇഷ്ടംപോലെ. ഒരു സർജറിക്ക് കൈക്കൂലി കൊടുക്കാത്തതിൻ്റെ പേരിൽ വളരെ ക്രൂരമായിട്ട് സർജറി നടത്തി കളഞ്ഞൊരു ഡോക്ടറെ കുറിച്ച് പറയുന്നുണ്ട്. അത് എവിടെയായിരുന്നു? എന്താണ് സംഭവം? അത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഞാൻ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ആ സംഭവം നടക്കുന്നത്. അതിൽ പിന്നെ മെഡിക്കൽ കോളേജിൽ ഏത് സർക്കാർ പിന്നെ ആശുപത്രികളിലായാലും നല്ല ഡിവോട്ടിയായിട്ട് അതിനോട് ഭയങ്കര പിന്നെ കമ്മിറ്റ്മെൻ്റ് ഉള്ള കുറേ ഡോക്ടർമാരും നഴ്സുമാരും എല്ലാവരും ഉണ്ട്. എനിക്കും അറിയാവുന്നതാണ്. കാരണം മെഡിക്കൽ കോളേജുകളിലാണ് നമുക്ക് അവസാന ആശ്രയം എന്ന് പറയുന്നത്. അവിടുത്തെ ബഹുഭൂരിപക്ഷം ഡോക്ടർമാരും വളരെ മിടുക്കന്മാരാണ്, വളരെ കമ്മിറ്റഡ് ആയ ആളുകളാണ്. എനിക്ക് അങ്ങനെയുള്ള പോസിറ്റീവ് അനുഭവങ്ങൾ, ഒരുപാട് പോസിറ്റീവ് അനുഭവങ്ങളുള്ള ആളുകളാണ്. കാരണം നമ്മൾ ഏറ്റവും അടുത്ത് ഇടപെടുന്ന ആളുകൾ തന്നെയാണ് അത്. അതിൽ കുറേ പുഴുക്കത്തിൽ സ്വാഭാവികമായിട്ട് എല്ലായിടത്തും ഉണ്ട്, അവിടെയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പിന്നെ കഴിഞ്ഞ ഒരു കൊല്ലം ഒരു തൃശ്ശൂരിലെ വേറെ ഡോക്ടറെ പിടിച്ചപ്പോൾ അയാളുടെ റൂമിൽ നിന്ന് കെട്ടുകണക്കിന് നോട്ടുകൾ ഇങ്ങനെ പിന്നെ അട്ടിയായ നോട്ടുകൾ, പഴയ നോട്ടുകൾ വരെ ഇങ്ങനെ കെട്ടാക്കി വെച്ചിട്ട് അവർ പിടിച്ച ഒരു 50 ലക്ഷം പിടിച്ചു തന്നു ആ ഡോക്ടറെ. എന്തിനാണ് അയാൾക്ക് ഉപയോഗിക്കാനോ ഒരിക്കലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല, അതിങ്ങനെ കെട്ടാക്കി വെച്ച് കാണുന്ന ഒരു സുഖം തോന്നുന്നു. അത് ശരിയാണ്. അപ്പം ഞാൻ പിന്നെ ഈ അവിടുത്തെ പിന്നെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഒരു സാമൂഹ്യ പ്രവർത്തകനായ ലത്തീഫ് എന്ന് തന്നെ പറയും. അദ്ദേഹം ഈ കിഡ്നിയിൽ കല്ല് ആയിട്ട് അവിടെ വന്നു. അപ്പോൾ അന്ന് യൂറോളജി ആണല്ലോ, യൂറോളജി ഒറ്റ ഡോക്ടറേ ഉള്ളൂ അവിടെ. അതിൽ അഡ്മിറ്റ് ചെയ്യും. അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തെ ഒന്ന് നിങ്ങൾ പ്രത്യേകം പരിഗണിക്കല്ല, നിങ്ങൾ ചെയ്യുന്ന പോലെ ചെയ്യണം എന്ന് പറയാം. അപ്പോൾ ശരി, ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ നടത്തുന്നില്ല. കൂടെ കിടക്കുന്ന രോഗികളായ അവരുടെ ബൈസ്റ്റാൻഡേഴ്സൊക്കെ വന്നിട്ട് ഈ ലത്തീഫിനോട് പറഞ്ഞു, നിങ്ങളെന്ത് ചോദിച്ചാൽ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകണം, നിങ്ങളെന്ത് ചോദിച്ചാൽ കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങളെ ലിസ്റ്റിൽ പെടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം കൈക്കൂലിക്കെതിരെയും മറ്റൊക്കെ സാമൂഹ്യ പ്രവർത്തകനാണ്. എന്നാൽ പോലും അയാളുടെ ഇത് ചെയ്യണം എന്നുള്ള നിലയിലേക്ക് അയാൾ വീട്ടിൽ പോയി ഒരു 2000 രൂപയെ കൊടുത്തുള്ളൂ. അയാളുടെ സംഖ്യ ആയിട്ടില്ല. എന്നാലും അങ്ങനെ ഒരു ഡേറ്റ് നിശ്ചയിച്ചു, ഓപ്പറേഷൻ നടത്തി. ലാപ്രോസ്കോപ്പി ആയിരുന്നു. അവിടെ തന്നെ ഒരു അനസ്തീഷ്യ ഉണ്ട്. ഓക്കെ, ലോക്കൽ അനസ്തീഷ്യ എന്ന് പറയാൻ. അത് കൊടുക്കാതെ പച്ചക്ക് ആണ് ചെയ്തത്. ഇയാൾ അട്ടഹസിച്ച് ചെയ്തിരുന്നു. അപ്പോൾ അട്ടഹസിച്ച് ചെയ്യുമ്പോൾ ഈ ഡോക്ടർ നേഴ്സിനോട് പറയാം, എന്താണ് പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ പോയാൽ എത്ര രൂപയാവും? ലക്ഷക്കണക്കിന് രൂപയാവൂലേ? നിങ്ങൾക്ക് കുറച്ച് പൈസ കൊടുത്താലെന്താ എന്നൊക്കെ ഇങ്ങനെ അട്ടഹസിച്ച് എന്ന് ഈ രോഗിയോട് പറയാം. ഇതൊക്കെ ഇയാൾ കേൾക്കുകയാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇൻഫെക്ഷൻ വന്നു. ഈ ഇൻഫെക്ഷൻ വന്നപ്പോൾ അയാൾ വീണ്ടും ഓപ്പറേഷൻ നടത്തണം എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഓപ്പറേഷൻ നടത്തി. ഈ അന്നും എന്ത് ചെയ്തില്ല, ഇദ്ദേഹം പിന്നെ അനസ്തീഷ്യ കൊടുക്കേണ്ടായില്ല. വളരെ ക്രൂരമാണ്. ഭയങ്കര ക്രൂരത എന്ന് പറഞ്ഞാൽ ഇയാളുടെ അട്ടഹാസം പുറത്ത് പോലും കേട്ടിരുന്നു എന്നാണ് പറഞ്ഞത്. അയാൾ വേദന കൊണ്ട് അലറുക, വേദന കൊണ്ട് പൊളയായിരുന്നു. അങ്ങനെ എന്നിട്ട് അദ്ദേഹം പിന്നെ ഇത് കഴിഞ്ഞു. അല്ല, ഇത് എന്തുകൊണ്ടാണ് ഇയാൾ ഇത് കംപ്ലൈൻറ്റ് ചെയ്യാത്ത? പറയാം, ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇനി ഇവിടെ കിടന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവൻ പോവുള്ളൂ. അതുകൊണ്ട് ഉടനെ അദ്ദേഹം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക്, തൊട്ടടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയി. ആ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഈ കല്ലിൻ്റെ 75% അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് 2 ഓപ്പറേഷൻ നടത്തിയിട്ടും അത് എടുത്ത് കളഞ്ഞിരുന്നില്ല. ഈ ക്രൂരത ചെയ്തിട്ടും ഇത് എന്നിട്ട് അവർ എന്ത് ചെയ്തു, അനസ്തീഷ്യ കൊടുത്ത് എടുത്ത് കളഞ്ഞാൽ വലിയൊരു സംഖ്യ അവിടെ ആയി. ഡോക്ടറോട് ഇദ്ദേഹം ഫോണിലൂടെ വിവരം പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഞാൻ എത്ര രൂപ ഇവിടെ ചിലവായിട്ടുണ്ട്, ഇതിൻ്റെ പൈസ നിങ്ങൾ തരേണ്ടതുണ്ട്. ഞാൻ തരൂല, എന്തായാലും തരൂല. അങ്ങനെ അയാൾ നിഷേധിച്ചു. അങ്ങനെ എൻ്റെ മുമ്പിലും ഈ വിഷയം വന്നു. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു പത്രസമ്മേളനം വിളിച്ചു, എല്ലാ പത്രക്കാരെയും വിളിച്ചുകൊണ്ട് ഇങ്ങനെയാണ് സംഭവം നടന്നിട്ടുള്ളത്, ഇതിന് എനിക്ക് നീതി കിട്ടണം. ഇദ്ദേഹത്തിനെതിരെ നമ്മൾ പിന്നെ എല്ലാ കമ്മീഷനും, അദ്ദേഹം മനുഷ്യാവകാശ കമ്മീഷനും ന്യൂനപക്ഷ കമ്മീഷനും അതുപോലെ തന്നെ സർക്കാർ ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പ്രിൻസിപ്പാൾക്കൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു, പരാതി കൊടുത്തു.
ആ പരാതിമേ അതിലൊരു പിന്നെ എന്താ പറയുക, ആ പരാതികളിൽ അവസാനം തീരുമാനം എടുക്കുന്നത് ഡോക്ടർമാർ തന്നെയാണ്. ഇദ്ദേഹം ചെയ്തത് ശരിയാണോ ചെയ്യുന്നത്. ഒരു ഡോക്ടർക്ക് എതിരുള്ള ഒരു പരാതിയും ഇന്ന് വരെ നിലനിന്നിട്ടില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് പരാതി കൊടുത്ത് അതിന്ന കാരണത്താൽ സാങ്കേതികമായ കുറേ വിവരണങ്ങൾ പറയും, അത് അയാളുടെ കുറ്റമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലതും എന്ത് ചെയ്ത് ചിലത് ഇപ്പോൾ നിൽക്കുന്നുണ്ട്, അതിനെ മുന്നോട്ട് പോയിട്ടില്ല, അത് നിലനിൽക്കില്ല. അതുകൊണ്ട് ഇയാൾക്ക് നീതി കിട്ടിയിട്ടില്ല. വിജിലൻസും എന്ത് ചെയ്യുന്നു, വിജിലൻസുകാരും പിന്നെ ഇതിൽ നല്ല അഴിമതിക്കാരാണ്. ഇപ്പോൾ നമ്മൾ പിന്നെ വിജിലൻസ് പിടിച്ച പിന്നെ ഏതെങ്കിലും കേസുകൾ ശിക്ഷിച്ചതായി വളരെ അപൂർവമായിട്ട് നമ്മൾ കേൾക്കുള്ളൂ. വിജിലൻസ് പിടിച്ചാൽ നമുക്കൊരു വാർത്തയായി, നല്ല രീതിയിൽ വന്നു, ഇയാൾ ഇത്തര കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ പിടിച്ചു എന്നതൊക്കെ ഓക്കെയാണ്. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ അന്വേഷിക്കാറില്ല, ചിത്രത്തിൽ വരുന്നില്ല. അവർ പിന്നാമ്പറ കളികളിലൂടെ എന്ത് ചെയ്യും, അവർ രക്ഷപ്പെടുകയും ചെയ്യും. നമ്മൾ പിന്നെ അധികം പിടിക്കുന്നത് ഈ 1000 500 അല്ലെങ്കിൽ 100 ഒക്കെ വാങ്ങുന്ന വില്ലേജ് ഓഫീസിലോ പഞ്ചായത്ത് ഓഫീസിലോ അങ്ങനെയുള്ളവരാണ്. ഇതേപോലെ ലക്ഷങ്ങളും കോടികളും കൈക്കൂലി വാങ്ങുന്ന മേഖലയിൽ നിന്ന് ഒരാളെയും പിടിക്കുന്നില്ല. ഇപ്പോൾ കേരള സർക്കാർ സർവീസിൽ ഏറ്റവും കുറച്ച് അഴിമതി നടക്കുന്ന, ഏറ്റവും എഫിഷ്യൻ്റായിട്ട് പ്രവർത്തനം നടത്തുന്ന വകുപ്പുകളെ നിരീക്ഷിച്ചിട്ടുണ്ടോ? അതിലിപ്പോൾ നമുക്ക് പറയാൻ പറ്റും വിദ്യാഭ്യാസ വകുപ്പാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതിക്ക് സാധ്യതയില്ലാത്തത് കൊണ്ടാണായിരിക്കാം. ആളുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ സാധാരണക്കാർ ചിന്തിക്കാറുണ്ട്, നല്ല ഇച്ഛാശക്തിയുള്ള ഒരു അഴിമതിരഹിതനായ ഒരു ഭരണാധികാരി വന്നാൽ ഈ കേരളത്തിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിലെ ഈ പ്രശ്നങ്ങൾ, ഈ അഴിമതികളൊക്കെ പരിഹരിക്കാൻ കഴിയും എന്ന് ചിന്തിക്കാറുണ്ട് ആളുകൾ. അത് സാധ്യമാണോ ശരിക്കും? അത് സാധ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിലവിലിരിക്കുന്ന ചട്ടങ്ങളുണ്ട്, ഒരുപാട് ചട്ടങ്ങൾ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ചട്ടങ്ങളാണ്. ഈ ഓഫീസ് നടപടിക്രമങ്ങൾ എന്ന് പറയും. ആ നടപടിക്രമങ്ങൾ മാറ്റാതെ അതിനൊക്കെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറാതെ, ഇങ്ങനെയുള്ള സംഗതികൾ സാങ്കേതികമായ ഇടപെടൽ നടത്താതെ ഒരാൾക്ക് ഇച്ഛാശക്തിയോടുകൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നമ്മുടെ ഉദ്യോഗസ്ഥ വിന്യാസം നടക്കുന്നത്. ഈ നടപടിക്രമങ്ങളിൽ മാറ്റം വരുത്തണം. ഈ സർക്കാർ ചട്ടങ്ങളിൽ പരിഷ്കാരങ്ങൾ വരണം. കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ വരാതെ ഏത് ഭരണാധികാരി എത്ര ശക്തൻ വന്നാലും ഈ സംവിധാനങ്ങൾ ഇങ്ങനെ തന്നെ തുടർന്നു പോകാനല്ലേ സാധ്യത. ഏതാണ്ട് 30 വർഷക്കാലം സർക്കാർ സേവനത്തിൻ്റെ, സർക്കാർ സർവീസിൻ്റെ വിവിധ തട്ടുകളിൽ പ്രവർത്തിച്ച ഒരു മനുഷ്യൻ്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കുക, നമ്മുടെ ഭരണ സംവിധാനം, നമ്മളുടെ സർക്കാർ സേവന മേഖല പരിഷ്കരിക്കപ്പെടുമോ, അതോ ഇങ്ങനെ തന്നെ തുടരുമോ? പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ?